ഡോക്ടർ മേരി ജോർജ് നോക്കൂ, നമ്മുടെ സംസ്ഥാനം നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സഹജീവികളുടെ അതിൽ അവശത അനുഭവിക്കുന്നവരെ കൈപിടിച്ച് നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് നടക്കുന്നത് നമ്മൾ ഇന്ധന സെസ്സടക്കം കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ അതിൽ നിന്നെല്ലാം പെറുക്കിയെടുത്ത് ഉറുമ്പരിമണി ശേഖരിക്കുന്നത് പോലെ എടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി താങ്ങും തണലുമായി കൊടുക്കുന്ന പണമാണ്. അതിൽ കൃത്യത വരുത്തുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? മധു, അത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ഉത്തരവാദപ്പെട്ട വകുപ്പിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതുവരെ പാനലിസ്റ്റുകൾ ആരും പറയാത്ത കാര്യം. അതായത് 2022 CAG ഇത്തരം വിശദീകരണം നൽകിക്കൊണ്ട് റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുന്നത്. അത് ഏത് ഓഡിറ്റ് റിപ്പോർട്ടാണ്? പെർഫോമൻസ് ഓഡിറ്റ് ഓൺ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സ്കീം റിപ്പോർട്ട് 7 ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് CAG വയ്ക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നാം അന്തം വിട്ടുപോകും. ആ റിപ്പോർട്ട് ഒരു ഗുഹയാണ് എന്ന് വയ്ക്കുക. ആ ഗുഹയുടെ ഗുഹാമുഖത്തേക്ക് നാം പ്രവേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പറയപ്പെട്ട 2.7 കോടി, അതായത് 1458 പേർ സർക്കാർ ജീവനക്കാരായിരിക്കെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൂടി വാങ്ങുന്നു എന്ന് പറയുന്നത് ആ ഗുഹാമുഖത്തേക്കുള്ള പ്രവേശനം മാത്രമാകുന്നു. ആ റിപ്പോർട്ട് മുഴുവൻ എടുത്തു നോക്കിയാലാണ് യഥാർത്ഥ ഭാവം എന്താണ്, എത്ര വൈകൃതമാണ്, എത്ര മനസ്സിലാവുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ. അതായത് 2017-18 ഈ ഇൻഫർമേഷൻ കേരള മിഷനാണ് ഇതിനുള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നത്. അതായത് 2 സോഫ്റ്റ്വെയർ. ഒന്ന് സ്പാർക്ക് എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഉള്ളത് പെൻഷൻകാർക്കുള്ളത് സോഫ്റ്റ്വെയർ, അതായത് സേവന സോഫ്റ്റ്വെയർ. അത് പെൻഷൻ, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കുള്ള സോഫ്റ്റ്വെയർ ആണ്. രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് IKM ഇൻഫർമേഷൻ കേരള മിഷനാണ്. ഈ ഇൻഫർമേഷൻ കേരള മിഷനെ പറ്റി തന്നെ CAG വളരെ കടുത്ത ഭാഷയിൽ ഹൈലി ഇൻഎഫിഷ്യൻ്റ് ആണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയട്ടെ. അതായത് ഈ സോഫ്റ്റ്വെയർ അതായത് 6,79,585 ട്രാൻസാക്ഷൻസ്, അതായത് പെൻഷൻ ട്രാൻസാക്ഷൻസ് 2017-18 മുതൽ 2021 വരെ ഗവൺമെൻറ്റിലേക്ക് കൈമാറുന്നു. അതായത് പല വകുപ്പുകൾക്കായിട്ട് കൈമാറുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? 96,000 ഈ പറയപ്പെട്ട 6 ലക്ഷത്തിലധികം ട്രാൻസാക്ഷൻസ് 96,285 പേർക്ക് വേണ്ടിയുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഈ 6 ലക്ഷത്തിലധികം ഉള്ളത്. പക്ഷേ 2021 CAG കണ്ടെത്തുന്നു ഈ 96,285 പേരിൽ തന്നെ മരിച്ചവർ ഉണ്ടായിരുന്നു. ആ മരിച്ചവരുടെ ലിസ്റ്റ് അതത് സമയം കണ്ടുപിടിക്കാത്തത് കൊണ്ട് 2021 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ 118.16 കോടി രൂപ ഖജനാവിന് നഷ്ടമായി. മാധു തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണിപ്പെറുക്കിയെടുക്കുന്ന പൈസ എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി കടമെടുക്കുന്ന പൈസ കൂടി ഇതിനകത്തുണ്ടെന്ന് ഓർക്കണം. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കടമെടുത്ത പൈസയുടെ ഈ 118 കോടി 16 ലക്ഷം കടമെടുത്തതിൻ്റെ പേരിൽ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നു 87 ലക്ഷം രൂപ. അപ്പോൾ ഏകദേശം 119 കോടിയിലധികം രൂപ മരിച്ചവർക്ക് പെൻഷൻ കൊടുക്കാൻ ഈ 2017, 18, 21 കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തി. എങ്ങനെ ഈ റിപ്പോർട്ട് 2022 മേശപ്പുറത്ത് വെച്ചെങ്കിലും ഗവൺമെന്റ് ആക്ഷൻ എടുക്കുന്നത് ഈ 2024 ഓർക്കണം മാധു. അതിനോട് ഇടകൊണ്ട് ഈ മരിച്ചവർക്ക് തന്നെ പെൻഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അതിനുശേഷം മരിച്ചവർക്കും പെൻഷൻ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പൊ എന്താണ് ചെയ്തത്? ഇവർ ചെയ്തത് ഒറ്റ കാര്യമാണ്. സേവന സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ സ്പാർക്ക് സോഫ്റ്റ്വെയറും തമ്മിൽ ഒത്തുനോക്കി ഒരേ ആധാർ ഉള്ളവർക്ക് പെൻഷൻ കൊടുത്തിട്ടുണ്ട്,
അത് മരിച്ചവർ അങ്ങനെയാണ് ഇപ്പൊ സർവീസിലിരിക്കുന്നവരുടെ ഈ പെൻഷൻ. ആ ഒറ്റ മേഖല മാത്രമേ സംസ്ഥാന സർക്കാർ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. ബാക്കി മേഖലകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഈ പറഞ്ഞ കണക്ക് മരിച്ചവർക്ക് കൊടുത്തത്. 2-3 കാര്യം കൂടെ പറയട്ടെ മാധു. ഒന്ന്, മരിച്ചവർക്ക് പെൻഷൻ കൊടുത്ത കാര്യം. ഇനി വേറൊന്ന്, 60 വയസ്സ് മുതൽ 75 വയസ്സ് വരെ കൊടുക്കുന്ന പെൻഷനിലും കൂടുതലാണ് 75-ന് ശേഷം കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? 60 65 വയസ്സുള്ളവരെ 75-ന് മുകളിലുള്ളവരാക്കി തീർക്കുന്നു. മാധു, ഒരു കാര്യം ശ്രദ്ധിക്കൂ. അങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥര് അവരെല്ലാം ഒന്ന് ചേർന്നാൽ മാത്രമേ ഈ വയസ്സ് കുറഞ്ഞവരെ വയസ്സ് കൂടിയവരുടെ പട്ടികയിലേക്ക് ചേർക്കാൻ പറ്റൂ. അപ്പൊ ഇവിടെ മനഃപൂർവ്വമായ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുപോലെയുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും ഉണ്ടായി എന്ന തിരിച്ചറിവിൽ നിന്നാണ് സർക്കാർ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശയും ചെയ്തിരിക്കുന്നത്.